ചരിത്രത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ട്വിസ്റ്റിലൂടെയാണ്, ഒരു ടേണിംഗ് പോയിന്റിലൂടെയാണ് യൂറോപ്പ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹികമായും രാഷ്ട്രീയമായും സാമുദായികമായും വളരെ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ, ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും അനിയന്ത്രിതമായി വന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റം. ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി യൂറോപ്പിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമാണ് ആ മേഖലയിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, ഈ നിലപാടിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് ഈ അഭയാർത്ഥി പ്രശ്നം. യൂറോപ്പിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് UK പോലുള്ള വളരെ പ്രബലമായിട്ടുള്ള രാജ്യങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭയാർത്ഥി പ്രശ്നം. എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം കൂടെ ചർച്ച ചെയ്യുന്നു? അത് അത്രത്തോളം ഗൗരവമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ കൂടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. കാരണം അത് യൂറോപ്പിൽ മാത്രമല്ല ആ ഒരു ട്രെൻഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും ഈ അഭയാർത്ഥികളുടെ രൂപത്തിലുള്ള ഒരു അധിനിവേശം പല രീതിയിൽ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ട് ഈ വിഷയം കൂടുതൽ ഗൗരവമാകുന്നു? ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾ പ്രശ്നം സൃഷ്ടിക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ഈ അഭയാർത്ഥികൾ കടന്നു വരുന്നു. ഈ അഭയാർത്ഥികൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പലപ്പോഴും ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഇടയിലൂടെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ അത്തരം രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നു. ആ രാജ്യത്തിൻ്റെ തനതായിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യങ്ങളെ തകർക്കുന്നു, പിന്നീട് ഒരു അധിനിവേശം സ്ഥാപിക്കുന്നു. അതിനാൽ തന്നെ ഈ ക്രൈസ്തവ വേരുകൾ യൂറോപ്യൻ മണ്ണിൽ നിന്നും അറ്റുപോയി കഴിഞ്ഞാൽ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല നിലപാടുകളിൽ ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, അവർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന പല ഇൻസിഡൻസും ഓരോ ദിവസങ്ങളിലും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോൺ വൂൾഫ് അറ്റാക്കുകൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള നിയമം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രൊട്ടസ്റ്റുകൾ, ഇപ്പോൾ പോലും ഈ പ്രോ പാലസ്തീൻ പ്രൊട്ടസ്റ്റുകൾ യൂറോപ്പിൻ്റെ പല തെരുവുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലസ്തീൻകാർക്ക് പോലും ഇല്ലാത്ത ആവേശമാണ് യൂറോപ്പിലേക്ക് കടന്നു വന്ന അഭയാർത്ഥികൾ പാലസ്തീനു വേണ്ടി ഇങ്ങനെ ഘോരം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പാലസ്തീൻ പ്രേമം അവർ കാട്ടുന്നത്. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിൻ്റെ ഒരു ഓണറായിട്ടുള്ള ബില്യണറായിട്ടുള്ള ഈ ജിം റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വളരെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു, അതായത് ജിം റാഡ്ക്ലിഫിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: UK ഹാസ് ബീൻ കൊളോണൈസ്ഡ് ബൈ ഇമിഗ്രൻസ്. ദ പോപ്പുലേഷൻ ഓഫ് ദി UK വാസ് 58 മില്യൺ ഇൻ 2020, നൗ ഇറ്റ്സ് 70 മില്യൺ. അതായത് 12 മില്യണോളം ഒരു പോപ്പുലേഷൻ, വലിയൊരു വളർച്ചയാണ് ഈ 5 വർഷത്തിനുള്ളിൽ UK സംഭവിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ആ പോപ്പുലേഷൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഇമിഗ്രൻസ് ആണ്. യൂസ് ചെയ്ത വാക്കാണ് വളരെ കൗതുകരം, UK ഹാസ് ബീൻ കൊളോണൈസ്ഡ് ബൈ ഇമിഗ്രൻസ്. ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലെ മറ്റ് രാജ്യങ്ങളെ കോളനി വൽക്കരിച്ച് അവിടെ അധിനിവേശം സ്ഥാപിച്ച ബ്രിട്ടനിലാണ് ഈ ഇമിഗ്രൻസ് തങ്ങളുടെ കോളനിയൊക്കെ സ്ഥാപിക്കുന്നത്. അപ്പോൾ വളരെ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ റോബിൻ, നമ്മൾ ചർച്ച ചെയ്തതാണ്, പക്ഷേ എങ്കിലും നമ്മൾ കൂടെ ചർച്ച ചെയ്യുന്നത്, വീണ്ടും പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പ്രേക്ഷകരിലേക്ക് കൂടുതൽ ആഴത്തിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇവർ ഈ ഇത്തരത്തിൽ കടന്നു വരുന്ന അഭയാർത്ഥികൾ ഇങ്ങനെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കും? കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്കവിടെ ദൃശ്യമാണെങ്കിൽ പോലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും പലർക്കും ഒരു ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പല ഇൻസിഡൻസും ഈ ഭീകര പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരിൽ നിന്നും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവർ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ അടുത്ത നാളുകളിൽ അവർ കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത്? സെക്കുലറിസ്റ്റ് ചിന്താഗതിയുടെ എന്ന് വെച്ചാൽ യൂറോപ്പ് ഈ അഭയാർത്ഥികൾ ധാരാളമായി കടന്നു വരുന്നതിനു ആ മുൻപ് ഒരു സെക്കുലർ മനോഭാവത്തിലേക്ക്, വളരെ വലിയ സെക്കുലർ മനോഭാവത്തിലേക്ക് യൂറോപ്പ് മാറിയിരുന്നു. അപ്പോൾ ഈ അവിടെ ആ സമയത്ത് ഭരിച്ചിരുന്നത് ഇടതുപക്ഷ അനുകൂല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതും അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലം എന്ന് ആ സ്വഭാവം ഉണ്ടാവുകയും എന്നാൽ ജസ്റ്റ് സെൻറ്റർ മിഡിൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയാണ് ഇത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് മൾട്ടി കൾച്ചറലിസം, എല്ലാ സംസ്കാരങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ഭാഗം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മൾട്ടി കൾച്ചറലിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെയെല്ലാം സ്വീകരിക്കുകയും അവരെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അവർ എത്രത്തോളം ഈ മൾട്ടി കൾച്ചറലിസത്തിലേക്ക് എത്രത്തോളം കൾച്ചറൽ ഇൻ്റഗ്രേഷൻ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ കൊണ്ട് അതിന് സാധിച്ചില്ല, സമ്പൂർണ്ണമായും സാധിച്ചില്ല എന്ന് തന്നെയാണ്
യൂറോപ്പിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും വർഷങ്ങൾ കുടിയേറി കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും ഇന്നും അവരെ കൊണ്ട് യൂറോപ്പിൻ്റെ സംസ്കാരവുമായിട്ട് ചേർന്ന് പോകാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം എടുക്കാം. ഈ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നോർത്തേൺ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറിയ ആളുകൾ അവർ ഇവിടെ കണ്ടു വളർന്നിരിക്കുന്നൊരു സംസ്കാരമുണ്ട്. അവിടെയെല്ലാം കംപ്ലീറ്റ്ലി ഇസ്ലാം വൽക്കരിച്ചേക്കുന്ന ഒരു രീതിയാണ്. അവർ ആ ഇസ്ലാം വൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അതും അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഈ ഭാഗങ്ങളിലാണെങ്കിലും ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി അവർ സ്വീകരിച്ച രീതികൾ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ രീതികൾ തന്നെയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസിനെ മുഴുവൻ വളരെ ദാരുണമായിട്ട് കൊന്നൊടുക്കുകയോ അതും അല്ലെങ്കിൽ പല രീതികളിൽ ഇപ്പോൾ ഫൈനാൻഷ്യലായിട്ടോ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ജസിയ പോലെയുള്ള നികുതികൾ ഏർപ്പെടുത്തി പതിയെ ഒരു സ്ലോ കില്ലിങ്, സ്ലോ പോയിസണിങ് എന്ന് പറയുന്ന പോലെ പതിയെ ഇല്ലാതാക്കുന്ന രീതി, അങ്ങനെയെല്ലാം അവർ സമ്പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അവരുടെ 100% ഒരു ഡൊമിനൻസിലേക്ക് ഈ മേഖലകളെ കൊണ്ടുപോയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ നിന്ന് യൂറോപ്പിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഉള്ള ക്രിസ്ത്യാനിറ്റിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സിമ്പിളുകൾ കാണുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അവർ ജീവിച്ച മേഖലകളിലെ പോലെ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കാൻ അവർ സമ്പൂർണ്ണമായി ശ്രമിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ യൂറോപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അടക്കം ഈ ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പിളുകൾ എടുത്തു മാറ്റണം നമ്മൾ കൃത്യമായിട്ട് പറയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പള്ളിമണികൾ അത് ബെൽസ് അത് ഇല്ലാതാക്കണം, അത് ഭയങ്കര അനോയിങ് ആണ് എന്ന് പറയുന്ന രീതിയിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് പല ഈ മേഖലകളിൽ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിൽ വെച്ച്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കും. കാരണം ആ ഒരു അസഹിഷ്ണുത അവരെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഖലകളിലേക്ക് ഈ രാജ്യങ്ങളിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ ഈ സെക്കുലറിസത്തിൻ്റെ ഒരുപാട് സംഗതികളുണ്ട്. ഒരു ലൈഫിന് അവർ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അവരുടെ സെക്സിനോടുള്ള മെൻറ്റാലിറ്റി, അതുപോലെ ഹോമോസെക്സ്വാലിറ്റിയോടുള്ള മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവരുടേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം ലിബറൽ ഇസ്ലാമൊക്കെ അത് കഴിഞ്ഞാൽ ലിബറൽ ഇസ്ലാം കിടന്നൊരു റാഡിക്കൽ ഇസ്ലാമിലേക്ക് കടക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അവരുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ഒരു 1, 2, 3 വർഷമോ ഒക്കെ അതും കഴിഞ്ഞ് പിന്നെയും അപ്പുറത്തേക്ക് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശരിയാ നിയമം വേണമെന്ന് വാശി പിടിക്കുന്നു. പല സ്ഥലങ്ങളിലും നമുക്ക് അത്ഭുതം തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കുടിയേറി വന്നതിന് ശേഷം ശരിയാ നിയമം വേണമെന്ന് വാശി പിടിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇത് ആ സംസ്കാരം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ലിബറൽ ഇസ്ലാമിൽ നിന്നൊരു റാഡിക്കൽ ഇസ്ലാമിലേക്ക് കടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു രീതിയിലും ഈ സംസ്കാരം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നുള്ളത്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പല ആക്രമണങ്ങളും, തീവ്രവാദി ആക്രമണങ്ങളും, അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും എല്ലാം കാണുമ്പോൾ അവരെ സംബന്ധിച്ച് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഈ സ്വഭാവം, ഇവർക്ക് ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ സ്വഭാവം ഇവിടുത്തെ തദ്ദേശീയരായ ആളുകളിൽ ഉണ്ടാക്കുന്ന കുറേ മാനസിക സംഘർഷങ്ങളുണ്ട്. കാരണം അവർ പരിചരിച്ചു വന്ന സംസ്കാരത്തെ ഇവർ വെല്ലുവിളിക്കുകയും അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ആ അവസ്ഥ വേണമെങ്കിൽ നമുക്ക് പണ്ട് യൂറോപ്പിലെ ജ്യൂസും അവിടെ തദ്ദേശീയരായിട്ടുള്ള ക്രിസ്ത്യാനികളും തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ നടന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. കാരണം വെച്ചാൽ അവിടെ എത്തുന്ന ജ്യൂസ് അവർ പറയുന്നത് ഞങ്ങൾ ഈ പ്രദേശത്തെ ആളുകളല്ല, ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതാണ്. അതുമാത്രമല്ല എല്ലാ രീതിയിലും അവർ ഒരു വ്യത്യാസം പുലർത്തിയിരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. അങ്ങനെ വ്യത്യാസം പുലർത്തുന്ന ആളുകളെ എങ്ങനെ ഇവർ സമൂഹത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കും എന്നുള്ളൊരു വസ്തുത നിലപ്പുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഡിഫറൻസിയേഷൻ ഇപ്പോൾ ഈ കുടിയേറി വന്ന ഇസ്ലാമിലെ ആളുകൾക്കും ഈ ഇസ്ലാമിക സംസ്കാരവുമായി വന്ന ഈ മിഡിൽ ഈസ്റ്റിലെ സംസ്കാരത്തിലെ ആഫ്രിക്കയിലെ സംസ്കാരമായി വന്ന ആളുകൾക്കുണ്ട്. അവരുടെ ഇസ്ലാമിക സംസ്കാരം ഈ തദ്ദേശീയരായ ആളുകളുടെ സംസ്കാരമായിട്ട് ചേർന്ന് പോകാതെ വരുമ്പോൾ തദ്ദേശീയമായ ആളുകൾക്കുണ്ടാകുന്ന ഒരു സംഘർഷമുണ്ട്. അവർ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഒരു വ്യത്യാസം അവരെപ്പോഴും പുലർത്തുന്നുണ്ടെന്നുണ്ട്. പലപ്പോഴും ഗവൺമെൻറ്റുകൾ സാംസ്കാരികമായ സംഘർഷത്തെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നു പലപ്പോഴും സ്കൂളുകളിലടക്കം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും സാധനങ്ങളും എല്ലാം അവരെടുക്കുകയും അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനങ്ങളെ എങ്ങനെയും ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാം ഇനീഷ്യേറ്റീവുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സംസ്കാരങ്ങൾ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ്
അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും സംഭവങ്ങളിൽ നിന്ന് പല ഉദാഹരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പ് പലപ്പോഴും ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഇപ്പോൾ ഏറ്റവും തീവ്ര പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇപ്പോൾ ഈ ബ്രിട്ടനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഇലക്ഷൻ വരെയൊക്കെ ഈ അവിടുത്തെ ഈ ഇടതുപക്ഷ അനുകൂല പാർട്ടിയും ലിബറൽ പാർട്ടികളും ഒക്കെ പോകാൻ സാധ്യതയുള്ളൂ. അതിന് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു തീവ്ര വലതുപക്ഷം മിക്കവാറും ബ്രിട്ടനിൽ അധികാരം പിടിക്കാനാണ് സാധ്യത. ഈ ബ്രിട്ടനിൽ മാത്രമല്ല 8-10 വർഷത്തിനുള്ളിൽ യൂറോപ്പിലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം തീവ്ര വലതുപക്ഷത്തിൻ്റെ അധികാരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവർ ഈ കുടിയേറ്റക്കാരെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുമായിട്ട് എങ്ങനെയും ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ ഫൈനലൈസ് ചെയ്തു. ഞങ്ങളെ കൊണ്ട് ഇനി ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ കുടിയേറ്റക്കാരുടെ അവസ്ഥ, കുടിയേറ്റക്കാർ ഇതെല്ലാം ചെയ്യുമ്പോൾ കുടിയേറ്റക്കാർക്ക് മനസ്സിലാക്കാതെ പോകുന്നത് ഈ ലിബറലായിട്ടുള്ള കുറേ ആശയങ്ങളുമായി നിന്ന് എല്ലാവരുമായി ഒരുമിച്ച് പോകുന്ന ഒരുപാട് ഒരു നല്ല എന്ന് വെച്ചാൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നിയ കുറേ നല്ല സ്വഭാവങ്ങളിൽ നിന്നിരുന്ന യൂറോപ്പ് ഇവരുടെ ഈ പ്രവൃത്തികൾ മൂലം അവരും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം, ഇവരുമായിട്ട് പലപ്പോഴും സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന, തെരുവുകളിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ സംഘർഷം ഉണ്ടാകുന്ന, കാരണം യൂറോപ്പിൻ്റെ സംസ്കാരം അതായിരുന്നില്ല, അങ്ങനെ ഒരു സ്വഭാവം ആയിരുന്നില്ല. പക്ഷേ ഈ അഭയാർത്ഥികളായി വന്ന ആളുകളുടെ സ്വഭാവം ഇങ്ങനെ ആയി മാറിയപ്പോൾ അവരും പതിയെ ഇതേപോലെയുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ, ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു യൂറോപ്പ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വന്ന് പരസ്പരം സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും രണ്ടു കൂട്ടരും തമ്മിൽ ജാഥകൾ നടത്തുന്ന സാഹചര്യം, മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യം, ഇതെല്ലാം യൂറോപ്പിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും താഴേക്ക് യൂറോപ്പ് ഇറങ്ങി വന്ന സ്ഥിതിക്ക് പതിയെ ഇവരെ എങ്ങനെയെങ്കിലും ഈ യൂറോപ്പിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഇനി അവരുടെ അടുത്ത അജണ്ട. അത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോഴും സൈലൻ്റ് ആയിട്ട് അടക്കം ഈ ഡീപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജർമ്മനിയിൽ നിന്നും സിറിയയിൽ ബഷർ അൽ അസാദ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ സിറിയക്കാരോട്, കുടിയേറി വന്ന സിറിയക്കാരോട് അവിടുന്ന് മാറണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് ഇവിടെ ഒരുപാട് ബിസിനസ്സും ജീവിത മാർഗ്ഗവും എല്ലാം ഉണ്ടാക്കിയെടുത്തു, ഞങ്ങളെ ഇവിടെ നിന്ന് ഇനി പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ചോദ്യമാണ് അവർ എടുക്കുന്നത്. പക്ഷേ അന്നേരം കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഇവരെ ഒഴിവാക്കാം എന്നാണ് പല രാജ്യങ്ങളും പറയുന്നത്. പക്ഷേ ആ കോമ്പൻസേഷൻ സ്വീകരിച്ചും ഇവർ പോകാൻ തയ്യാറാകാൻ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സൈലൻ്റായിട്ട് മറ്റ പല രീതിയിലും യൂറോപ്പിൽ നിന്ന് ഈ കുടിയേറ്റക്കാരെ കുടിയിറക്കാനുള്ള പല സാധ്യതകളെക്കുറിച്ചുമാണ് ഇപ്പോൾ യൂറോപ്പിലെ ഗവൺമെൻറ്റുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരങ്ങനെ ചർച്ച ചെയ്യാനുള്ള കാരണം അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ വളരെ വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ ഇപ്പോൾ ഇടതുപക്ഷ അനുകൂല പാർട്ടികൾ അടക്കമുള്ള പാർട്ടികൾ ഇതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ തീവ്ര വലതുപക്ഷ അധികാരത്തിൽ വരികയും ഇവർ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യം, ഈ രാഷ്ട്രീയ പാർട്ടികൾ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കുടിയേറ്റക്കാർക്ക് തന്നെ പാര വെച്ച് മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ട് ജോണിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ കയറി വരുന്ന ഈ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഈ അഭയാർത്ഥികൾ, അവർ അവർ ഏത് രാജ്യത്തേക്കാണോ വരുന്നത് ആ രാജ്യത്തെ തകർക്കുവാൻ, ആ രാജ്യത്തെ അധിനിവേശം നടത്തുവാൻ അവർ പയറ്റുന്ന വളരെ വളരെ തന്ത്രപരമായിട്ടുള്ള ഹീനമായിട്ടുള്ള ഒരു ടാക്ടിക്സ്, ആയുധം എന്ന് പറയുന്നത് ഈ റേപ്പാണ്. നമ്മൾ പലപ്പോഴും ഈ റോമിയോ ഗ്യാങ്സ്, അവിടെ നമുക്കറിയാം ഇംഗ്ലണ്ടിലും പല ഭാഗങ്ങളിലൊക്കെ നടന്ന പല വിഷയങ്ങളും ചർച്ച ചെയ്തു. എന്തുകൊണ്ട് ഇവർ റേപ്പ് നടത്തുന്നു? ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി നടത്തുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി നടത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ നമുക്കറിയാം, ഒരാളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെട്ടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ തീർന്നു, അതവിടെ സ്റ്റോപ്പായി. പക്ഷെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ ആ ഒരു ട്രോമയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ. ആ പെൺകുട്ടിയെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ജീവിതകാലം മുഴുവൻ പീഡനങ്ങളിലൂടെ കടത്തിവിടുന്ന വലിയൊരു കുറ്റകൃത്യമാണ് ഈ റേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആ പെൺകുട്ടി ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, ആ കുടുംബം തകരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതി ഇവർ അട്ടിമറിക്കുന്നു ഇത്തരത്തിലുള്ള കുറ്റകൃത്യം. ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് സ്വീഡനിൽ ഈ റേപ്പ് നടത്തുന്നവരുടെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിൻ്റെ അകത്ത് 84% പേരും, റേപ്പ് നടത്തുന്നവരിൽ 84% പേരും ഈ മൈഗ്രൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു അൾജീരിയൻ മൈഗ്രൻ്റ് റേപ്പ് നടത്താനുള്ള ഒരു സാധ്യത, അതായത് തദ്ദേശീയരെക്കാളും റേപ്പ് നടത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് 122% കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിത് പറയുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സെക്ഷൽ പ്രഷറിന് വേണ്ടി നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റി അല്ല, കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഒരു സമൂഹത്തെ തകർക്കുക, ആ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുടുംബത്തെ തകർക്കുക, യുവതലമുറയെ തകർക്കുക, മാനസികമായിട്ട് ഇല്ലാതാക്കുക എന്ന കൃത്യമായൊരു ടാക്ടിക്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു ആയുധം തന്നെയായിരുന്നു ഈ വാളും ഈ റേപ്പും. അത് യൂറോപ്പിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വേറൊരു തരത്തിൽ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജോൺ, മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു കടന്നുവരവോടുകൂടി, തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കടന്നുവരവോടുകൂടി തന്നെ ഈ ഭീകര പ്രവർത്തനങ്ങളുടെ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഒരു ക്രമാതീതമായി യൂറോപ്പിൽ തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്.
മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ എൻ്റെ ഭാഗത്ത് നിലപാടെന്ന് പറയുമ്പോൾ. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ ലോകത്തെമ്പാടും വ്യാപിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത്, ഇത് യൂറോപ്പിൽ ഇവരുടെ കടന്നുവരവോടുകൂടി എന്താണ് സംഭവിച്ചത്. മിസ്റ്റർ റോബിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നു. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഇവർ യൂറോപ്പിൽ ഈ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ്, മിസ്റ്റർ ജോർജ് സൂചിപ്പിക്കുകയുണ്ടായി, ഈ തീവ്ര ഇസ്ലാമിക ആശയങ്ങളിൽ, അതായത് ഇവർ ദൈവത്തോട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ ലിബറൽ ഇസ്ലാം അല്ല പറയുന്നത്, തീവ്ര ഇസ്ലാമിക ആശയങ്ങളാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി, അതായത് അള്ളാഹു അക്ബർ എന്നാണ് അവർ വിളിക്കുന്നത്, തക്ബീർ എന്നാണ് അവർ വിളിക്കുന്നത്. അത് നമുക്ക് ഈ ഹമാസ് ഇസ്രായേലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീഡിയോ കാണാം. അതല്ലാതെ അതേസമയം സിറിയ, അതുപോലെ തന്നെ ഇറാഖ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ക്രൈസ്തവരെ വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ ക്രൈസ്തവരെ കഴുത്തൊക്കെ മുറിക്കുമ്പോൾ അവർ വിളിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്, ദൈവത്തിന് സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ദൈവം മഹോന്നതൻ, തക്ബീർ, അതുപോലെ അള്ളാഹു അക്ബർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി അതുപോലെ മറ്റെന്ത് ഹീനകൃത്യം ചെയ്യുമ്പോഴും ഇവർ വിളിക്കുന്നത് ഈ ദൈവത്തെ വിളിച്ചുള്ള പേരാണ്. ഞാൻ പറഞ്ഞ തീവ്ര ഇസ്ലാമിക ആശയങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ദൈവത്തെ വിളിച്ചാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ദൈവം ഒരേ സമയത്ത് സ്നേഹവും ഒരേ സമയത്ത് ഇതുപോലെയുള്ള ഹീനകൃത്യം ചെയ്യുവാൻ മനുഷ്യരെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ ആ ആശയം തന്നെ അതിൽ തെറ്റാണ്, ആ ആശയം അതിൽ തന്നെ തെറ്റാണ്. അങ്ങനെയുള്ളൊരു ദൈവം ഒരിക്കലും ഒരു സ്ത്രീയെ കയറി റേപ്പ് ചെയ്യാൻ വേണ്ടി പറയില്ല. അങ്ങനൊരു ദൈവം ഒരിക്കലും മറ്റുള്ള ആളെ കഴുത്ത് വെട്ടി കൊല്ലാൻ പറയില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത സ്നേഹിക്കുക എന്നാണ്. ഈ ലോകത്തിൽ എന്ത് നമ്മൾ കാണുന്നോ അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു അവതാരമാണ്, അല്ലെങ്കിൽ സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും, അതായത് മനുഷ്യരൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത നെറികെട്ട, അല്ലെങ്കിൽ അത്രത്തോളം ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡെഡ്ലി ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് വേണം പറയാൻ സാധിക്കും. ചോദ്യം മറ്റതാണ്, ഈ മറ്റു ആൾക്കാരും യുദ്ധം നടത്തുന്നില്ലേ? ഇപ്പോൾ ഹിറ്റ്ലർ യുദ്ധം നടത്തിയായിരുന്നു. ഹിറ്റ്ലർ യുദ്ധം നടത്തിയ ദൈവത്തിൻ്റെ പേരിലല്ല എന്നുള്ളതാണ് അവിടെ വലിയ ഇത് എന്തിരിക്കുന്നത്. ആൾ യുദ്ധം നടത്തി ആൻറ്റി സയനിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി മനസ്സിൽ വെച്ച് പുലർത്തി, അതിനുള്ള വിരോധവും ട്രോമാറ്റിക്കായുള്ള അവസ്ഥയ്ക്ക് വെച്ച് പുലർത്തി ആൾ ചെയ്ത പ്രവൃത്തിയാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു പക്ഷേ ആൾ ചിന്തിച്ചിട്ടുണ്ടാവും, ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആൾ ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് നോക്കൂ, യുക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം, ഇത് ദൈവത്തിൻ്റെ പേരിലല്ല നടക്കുന്നത്. പക്ഷേ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരിലാണ് അവിടെ നടക്കുന്നത്. അതാണ് വ്യത്യാസം. അവിടെ മറ്റു യുദ്ധങ്ങളും ഇസ്ലാമിക തീവ്രവാദം തമ്മിലുള്ള വലിയൊരു ജയന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ട് തമ്മിലുള്ള യുദ്ധങ്ങൾ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് നടത്തുന്നത് ദൈവത്തിൻ്റെ പേരിലും ഒന്ന് നടത്തുന്നത് സാധാരണ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ്. മറ്റേത് സാമൂഹ്യ അന്തരീക്ഷങ്ങളുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്ന യുദ്ധം മറ്റതിനേക്കാളും ഹീനമായിട്ട് മാറാൻ കാരണം എന്താണ്? ആ ആശയം അതിൽ തന്നെ പൈശാചികമാണെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ തീവ്ര ഇസ്ലാമിക നിലപാടുകളും അള്ളാഹു അക്ബർ വിളിച്ചിട്ട് ഇവർ ഈ തക്ബീർ വിളിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളും അത്യന്തം ഹീനവും അത്രത്തോളം എന്താ പറയുക, നികൃഷ്ടവുമായ ആയുള്ള പ്രവൃത്തികൾ മറ്റുള്ള ജനതകളുടെ, മറ്റുള്ള സിവിലൈസേഷൻ്റെ സംസ്കാരങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവരുപയോഗിക്കുന്ന ഒരു പ്രകൃതിയാണ് ജിഹാദ്, റേപ്പ്, ഇതുപോലെയുള്ള കില്ലിങ്. അങ്ങനെ അതുവഴി ഈ ഇസ്ലാമൈസേഷൻ, പൊളിറ്റിക്കൽ ഇസ്ലാമൈസേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പടർത്താനുള്ള ഒരു ചിന്താഗതി. ഇപ്പോൾ മിസ്റ്റർ ജോർജ് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വീഡനിലൊരു കാര്യം എടുത്തു പറഞ്ഞു, ഇപ്പോൾ റേപ്പിൻ്റെ കാര്യം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ മൈഗ്രൻസ് ആയ ആൾക്കാർ ഇങ്ങനത്തെ ഒരു റൈപ്പിൻ്റെ, കൂടുതലും ഇതിൽ തീവ്ര ഇസ്ലാമിക ബന്ധമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വന്ന ആൾക്കാരായിരിക്കും. നമുക്കറിയാം, ബ്രിട്ടനിൽ ഗ്രൂമിങ് ഗാങ്സിൽ കൂടുതലും പാകിസ്ഥാനികളായിരുന്നു എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീസിലെ ഏതൻസിലെ ഏകദേശം 60 മോസ്കുകളും അടച്ചിടാൻ പോകുന്നു, അല്ലെങ്കിൽ പൂട്ടാൻ പോകുന്നു, ഇല്ലീഗലായുള്ള മോസ്കുകൾ. കാരണം എന്താണ്? അവിടെ ഈ തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരുണ്ട്, അവർ ഡീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതും പാകിസ്ഥാൻ, ബംഗാൾ രാജ്യങ്ങളിൽ വന്നുള്ള ആൾക്കാരാണ്. ഇനി അഫ്ഗാനികളുടെ കാര്യം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുണ്ടായ ഒരു പ്രക്ഷോഭം, അപ്പോൾ അഫ്ഗാനികളുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിൽ നിന്ന് വന്ന് കുടിയേറി വന്ന ആൾക്കാരുടെ രീതിയിലുള്ള അവരുടെ സ്വഭാവങ്ങളിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തീവ്ര ഇസ്ലാമിക ഈ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീവ്രവാദത്തിന് അടിത്തറയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇത്രത്തോളം ഒരു വയലൻ്റ് ആയിട്ടുള്ള സാമൂഹ്യ ഭദ്രത, ഒരു മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഒരു ന്യായമായ ബോധം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമനിസം, അത് മനുഷ്യമഹത്വത്തിന് ഒരു വിലയും കൊടുക്കാതെ റേപ്പിനും ഇതുപോലെയുള്ള കില്ലിങ്ങിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇവർ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന കാരണം എന്താണ്? അപ്പോൾ നമ്മുടെ
മനസ്സിലാക്കേണ്ട ഒരു ചിന്താഗതി എന്താണ്? ഇവർ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ ആശയങ്ങൾ. ഇവർ ദൈവത്തെ വിളിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് ഏത് ദൈവമാണെന്നുള്ളതാണ് അതിൽ വ്യത്യാസം വരുന്നത്. തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആൾക്കാർ. കാരണം ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ദൈവത്തിന് നിരക്കാത്തതാണ്. നമ്മൾ പലപ്പോഴും പണ്ട് പറയാറില്ലേ, നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവത്തിന് നിരക്കാത്ത പരിപാടി നിങ്ങൾ ചെയ്യരുത്. കട്ടെടുക്കുകയാണെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത പരിപാടി ചെയ്യരുത്. അല്ലെങ്കിൽ ഇന്ന കാര്യം ഇപ്പോൾ ഒരു പ്രണയിക്കുകയാണെങ്കിൽ മോനെ ദൈവത്തിന് നിരക്കാത്ത പണികൾ ചെയ്യും. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തെ വിളിച്ചിട്ടാണ് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ആശയങ്ങൾ അതിൽ തന്നെ പൈശാചികയാണ്. ഞാൻ ഇവിടെ ഈ നിലപാട് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്, തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആശയങ്ങൾ അതിൽ തന്നെ പൈശാചികമുള്ളതാണ്. അതിൽ സത്യത്തിന്റെ വെളിച്ചമില്ല, അത് പിശാചിന്റെ വെളിച്ചമില്ലുള്ളത്. കൃത്യമായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇനി അത് മനസ്സിലാക്കേണ്ടത്, ഈ ആശയങ്ങൾ ലോകത്തേക്ക് പകർത്താന്നുള്ളതാണ് അവരുടെ രീതി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം വരാന്നുള്ളത് രീതി. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം വരാൻ വേണ്ടി അവർ എന്ത് മാർഗ്ഗം ഉപയോഗിക്കുകയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ജിഹാദ്. ഇപ്പോൾ റേപ്പ് ചെയ്ത് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽ ഒരാളെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം നശിച്ചു. അതിലൂടെ ഉണ്ടാകുന്ന ജനറേഷനുകൾ നശിച്ചു. അതാണ് അവരുടെ പിന്നിലുള്ള വലിയൊരു ഐഡിയ. അതാണ് ഇതിന് പിന്നിരിക്കുന്ന അവരുടെ ആ ആശയങ്ങൾ അന്തസത്ത. കണ്ടോ, അത്രത്തോളം പൈശാചികമാണ് അവരുടെ ചിന്താ രീതി തന്നെ. അത്രത്തോളം അധപതിച്ചു പോയി മനുഷ്യൻ. അല്ലെങ്കിൽ ഈ മനസാക്ഷി കത്തികരിഞ്ഞു പോയി നുണയന്മാരെന്നൊക്കെ പറയില്ലേ, അത്രത്തോളം അധിപതിച്ചു പോയി അവരുടെ മനസാക്ഷി എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ അടുത്ത് ചിന്തിക്കുന്നത് മാസ് കില്ലിംഗ്. അടുത്തെന്താണ്, ജനിച്ചു വളർന്ന കുട്ടികളെ മൊത്തം കൊന്നുകളയുക. അല്ലെങ്കിൽ ഇതുപോലെയല്ല നമ്മൾ ഈ കോപ്റ്റിക് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ISSന്റെ ജിഹാദി ജോണിന്റെ നേതൃത്വത്തിൽ, ജിഹാദി ജോൺ എന്ന് പറഞ്ഞതൊരു വിളിപ്പേര് മാത്രമുള്ളൂ, പക്ഷേ അവൻ്റെ യഥാർത്ഥത്തിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 13ഓളം കോപ്റ്റിക് ക്രിസ്ത്യൻസിനൊക്കെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അവർ ചാരന്മാരായി പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്തുതന്നെയായാലും അവർ കൊന്നുകളയുന്നു ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യങ്ങളിൽ. പിന്നെ എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ മൈഗ്രൻസിനുള്ള പ്രശ്നം ഉണ്ടാകുന്ന, മൈഗ്രൻസിനെ കൊണ്ട് പൊറുതിമുട്ടെന്നുള്ള കാര്യം ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെ ക്രൈസ്തവ മതം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രൈസ്തവ മതത്തിൽ വേരോടി വളർന്നു വന്നൊരു സംസ്കാരമാണ് ഈ യൂറോപ്പിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും കണ്ടുപിടുത്തങ്ങളും വലിയ പറയുന്ന കൂടുതൽ വലിയ മികച്ച സംസ്കാരം. ഇപ്പോൾ ഇന്ത്യയെക്കാളും 10-60 വർഷം മുമ്പിലാണ് യൂറോപ്യൻ സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ത്യയിലും തന്നെ മറ്റു ലോക രാജ്യങ്ങളിൽ തന്നെ ആളുകൾ യൂറോപ്പിലേക്ക് കുടിയേറാൻ കാരണം, അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും കുടിയേറാൻ കാരണം എന്തുകൊണ്ടാണ്? ഈ അമേരിക്ക തന്നെ വളർന്നു വന്നതാണ്. എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാരും മറ്റു ഫ്രഞ്ചുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ അമേരിക്കൻ നേരെ ഭൂഖണ്ഡത്തിലേക്ക് കണ്ടുപിടിക്കുന്നു, അവിടെ പോകുന്നു. പിന്നീടാണ് അവിടെ ഈ അമേരിക്കൻ സംസ്കാരം എന്ന് പറഞ്ഞ രീതിയിൽ വലിയൊരു സംസ്കാരമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന് വളം വെച്ച് വലുതാക്കി, ഇത് ഏറ്റവും വലുതാക്കി വളർത്തി വന്നത് ഈ ക്രൈസ്തവ സംസ്കാരമാണ്. ക്രൈസ്തവ സംസ്കാരം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വളർച്ചയാണ് വന്നിട്ടുള്ളത്. ഈ വളർച്ചയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ മൈഗ്രൻസ് പോകുന്നത്. വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല. ഈ GCC കൺട്രിയിലേക്ക് പോകുന്നുണ്ടോ? ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ? ഇനി നോക്കൂ, മറ്റു രാജ്യങ്ങളോ മ്യാൻമാറോ അങ്ങനെയുള്ള ഫിലിപ്പീൻസിലൊക്കെ പോകുന്നുണ്ടോ? ഇല്ല. ഇവർ പോകുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എവിടെയൊക്കെ സംസ്കാരം വളർന്ന് അതിൻ്റെ മനോഹര ദിശയിലേക്ക് പോകുന്നുണ്ടോ, വളർന്ന് പന്തലിച്ച് മനോഹര ദിശയിലേക്ക്, ഈ കണ്ടുപിടുത്തങ്ങളുടെ രാജ്യങ്ങളൊക്കെ പറയുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസാണ്. ഇന്ത്യ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ഈ അമേരിക്ക വെസ്റ്റേൺ. കാരണം എന്താണ്? അവർ ക്രിസ്ത്യാനിറ്റി അത്രത്തോളം വ്യാപകമായിരുന്നു. അതിൻ്റെ ഫലം തന്നെയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇവരൊക്കെ നേടിയെടുത്തത്. എപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെട്ടുവോ, അതായത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങൾ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളും അല്ലെങ്കിൽ അവസാന ദശകങ്ങളും നോക്കുമ്പോൾ അവിടെ സിനിമകൾ കയറി വരുന്നു. അങ്ങനെ അതും ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന പല സിനിമകളും പറയുന്നില്ലേ, ഈ കുർബാന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവരെ ആക്ഷേപിച്ചുള്ള കാര്യങ്ങൾ. അത് പണ്ട് 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂറോപ്യൻ സംസ്കാരത്തിൽ കൂടുതലുണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് ആക്ഷേപിക്കുന്ന സിനിമകൾ അവിടെ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ സിനിമകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വന്ന ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഒരു മതനിരാസത്തിലേക്ക് വരുന്നു. മതേതരത്വം എന്ന നിലയ്ക്കുപരി മതനിരാസത്തിലേക്ക് അവിടെ എത്തുന്നു. ആ ഒരു സംസ്കാരത്തിൽ അവർ വിശ്വാസവും പ്രാർത്ഥനയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് കയറി വരുന്നു? അവിടേക്ക് ഈ പറയുന്ന ഈ തീവ്ര ഇസ്ലാമിക സ്വാധീനം കയറി വരുന്നു. അത് അവർ അടിമകളാക്കുന്നു. അങ്ങനെ അടിമകളാക്കിയൊരു ജനം പിന്നീട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞങ്ങൾ അടിമകളാണ്, തങ്ങളെക്കാൾ കൂടുതൽ മറ്റൊരു ജനത ശക്തി പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങൾ നൂറ്റാണ്ടുകളായി ഉണ്ടാക്കി ഞങ്ങളുടെ സംസ്കാരങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ഒരിക്കലും റിച്ചാർഡ് ഡോക്കിൻസൺ, ബയോളജിസ്റ്റ്, ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞത്, ഞാൻ ക്രൈസ്തവ വിശ്വാസിയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും ഈ ക്രൈസ്തവ സംസ്കാരത്തെ ഈ കൂടെ പിഞ്ചെല്ലാം എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളൊരു എയ്ത്തേസ്റ്റാണ്, അത് വേറെ കാര്യം. എങ്കിലും ആ ക്രൈസ്തവ സംസ്കാരം അതിൻ്റെ ഒരു പൈതൃകമാണ്. അതൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ യൂറോപ്യന്മാർക്ക് കണ്ണ് തുറന്നു വരുന്നത്. നേരത്തെ മിസ്റ്റർ റോബിൻ പറഞ്ഞ പോലെ കണ്ണ് തുറന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും ഈ കുടിയൊഴിപ്പിക്കലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ
സാധിക്കും? ഈ ഈ ഈ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ അതിൽ തന്നെ പൈശാചികതയാണ്. അത് ലോകം നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. നിരോധിക്കേണ്ട കാലം വളരെ മുൻപേ അതിക്രമിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വേണം നമുക്ക് ഗ്രീസിലെ ഏതൻസിലെ ഈ 60 മോസ്കുകളൊക്കെ പൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത മോസ്കുകളും അവിടെയുള്ള നടത്തിപ്പുകാരെ അടക്കം ഈ ബംഗാളും പാകിസ്ഥാനുള്ള ആൾക്കാരൊക്കെയാണ്. അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നൊക്കെ വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. കറക്റ്റാണ്. അപ്പം ജോൺ പറഞ്ഞു വന്നതിൻ്റെ ഒരു സംഗ്രഹം ഇതാണ് അല്ലേ, അതായത് ഇത് വടികൊടുത്ത് അടിമേടിച്ചൊരു സ്ഥിതിവിശേഷം തന്നെയാണ്. ഇപ്പോൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണോ ക്രൈസ്തവ സാമ്രാജ്യം, എവിടെയൊക്കെയാണോ ക്രൈസ്തവ സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾ തകർന്ന് തരിപ്പണമായിട്ടുള്ളത്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സമുദായ ബോധം അവിടെ നഷ്ടപ്പെടുന്നു, അവിടെ അന്ധചിത്രങ്ങൾ സംഭവിക്കുന്നു, ഈ പറയുന്ന പോലെ സമുദായത്തോട് ഒരു കൂറില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ആ ഗ്യാപ്പിൽ ഈ പറയുന്ന പുറമേ നിന്നുള്ള ശക്തികൾ കയറി ആക്രമിക്കുന്നു. ഈ സമാനമായിട്ടുള്ള സാഹചര്യം കേരള സഭയിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. യൂറോപ്പിനെ തിരിച്ചു പിടിക്കുവാൻ ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ക്രൈസ്തവ വേരുകളിലേക്ക് യൂറോപ്പ് തിരിച്ചു വരിക. എന്ത് വില കൊടുത്തും ക്രൈസ്തവ വേരുകളിലേക്ക്, ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക്, ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് യൂറോപ്പ് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളായിക്കോട്ടെ, എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.